അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ ഞാൻ നിന്നിൽ പാർക്കേണം, അപ്പാ ഞാനൊപ്പം നടക്കേണം, അപ്പാ 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 ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ 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 അപ്പാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 50 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു പരസ്യമായി ഉപദേശിക്കുമ്പോൾ ആ ഉപദേശത്തിൻ്റെ രത്നച്ചുരുക്കം ഈ ഭാഗത്ത് വിശദീകരിക്കുന്നു. യേശു വിളിച്ച് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. നാം ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ വചനം പറയുന്നു, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം പിതാവിൽ നാം വിശ്വസിക്കുന്നു എന്നുകൂടെയാണ്. സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, നിത്യനായ ദൈവം, അവൻ മുഖാന്തരം സകലതോളമായിരിക്കുന്നു. ആ ദൈവത്തെയാണ് നാം യേശുവിനെ അറിയുമ്പോൾ നാം അറിയുന്നത്. യേശുവിനെ വിശ്വസിക്കുമ്പോൾ നാം വിശ്വസിക്കുന്നത് നിത്യനായ ദൈവത്തെയാണ്, സർവശക്തനായ ദൈവത്തെയാണ്. ഏലോഹിം, സർവശക്തൻ. ആ സർവശക്തനായ ദൈവത്തെ നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആ പിതാവിൽ നാം വിശ്വസിക്കുന്നു. യേശു വിളിച്ചു പറഞ്ഞത്, അതാണ് ആദ്യം പറയുന്നത്, അതിൻ്റെ രത്നച്ചുരുക്കമായി പറയുന്നത്. യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. 2, യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണും. നാം യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ വാസ്തവമായി നാം യേശു ക്രിസ്തുവിനെ അല്ല കാണുന്നത്, അത് ഇതിൽ കൂടെ യേശു ക്രിസ്തുവിലൂടെ പിതാവിനെ കാണും. പിതാവിനെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെയും പണ്ട ചിന്തയിലുമൊക്കെ ദൈവം ദോഷം തരുന്നവനാണ്, ദൈവം ശിക്ഷിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പിതാവാം ദൈവം എങ്ങനെയാണോ അതുതന്നെയാണ് യേശു ക്രിസ്തു. പാപിയുടെ അടുത്ത് ചെന്ന് പാപിയെ മാറ്റി നിർത്തുന്ന ദൈവമല്ല, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന, പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ആളുകൾ വരുമ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് പ്രബോധനം കൊടുത്ത്
നീ ഇനിയും പാപം ചെയ്യരുത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവളെ സ്വാതന്ത്ര്യത്തോടെ അയക്കുന്നതാണ് പിതാവ്. കുഷ്ഠരോഗിയെ കാണുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലണം, അല്ലെങ്കിൽ പാപിയെ കാണുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലണം, കുഷ്ഠരോഗിയെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ സമൂഹത്തിൽ യേശു വന്നപ്പോൾ കുഷ്ഠരോഗിയെ തൊട്ടു സൗഖ്യമാക്കി. അതാണ് പിതാവ്. യേശു വന്ന് രക്തസ്രവക്കാരിയായ സ്ത്രീ യേശുവിനെ തൊടുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. അശുദ്ധയായി തീർന്ന സ്ത്രീ തൊടുന്നു. അന്നത്തെ സമൂഹത്തിൽ ഇത് അശുദ്ധയെന്ന് കൽപ്പിക്കുമ്പോൾ അതിന് പിതാവ് എങ്ങനെയാണോ എന്ന് വെളിപ്പെടുത്തുകയാണ്. പിതാവാം ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവമാണ് ദൈവം. ആ പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് യേശു ക്രിസ്തു ചെയ്തത്. അതുകൊണ്ടാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരാൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞാൽ പിതാവാം ദൈവത്തെ അറിയുകയാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ഉപദേശത്തിൻ്റെ രത്നം ചുരുക്കം പറയുമ്പോൾ യേശു വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കും. ഒന്നാമത് വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ യേശുവിനെ അയച്ച പിതാവിൽ തന്നെ വിശ്വസിക്കുന്നു. അയച്ചവനെ വിശ്വസിക്കുന്നു. അയച്ചതാരാണ്? പിതാവ്. ആ പിതാവാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. 2, എന്നെ കാണുന്നവൻ, കാണുന്ന ആളുകൾ ആരെ കാണുന്നു? എന്നെ അയച്ച ആ വ്യക്തിയാണ് കാണുന്നത്. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരു കാര്യം മറന്നു പോകരുത്. നമ്മളും അയക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ടവരാണ് ഇന്ന് വചനം കേൾക്കുന്ന വിശ്വാസി സമൂഹം. നാം പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെടുന്നവരാണ്. ആർക്ക് വേണ്ടിയാ? യേശുവിന് പകരമായി അയക്കപ്പെടുന്നവരാണ്. നാം എന്തിനാണ് അയക്കപ്പെടുന്നത്? യേശു ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തിയെങ്കിൽ നാം യേശുവിനെ വെളിപ്പെടുത്താൻ ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നു. അത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, നമ്മളെക്കുറിച്ചുള്ള ദൗത്യം, യഥാർത്ഥ ദൗത്യം അതാണ്. നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ എഴുത്തുകളിലൂടെ, നമ്മുടെ പ്രസംഗത്തിലൂടെ യേശുവിനെ ഉയർത്തുകയാണ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വന്നപ്പോൾ ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തുകൊണ്ട് അവൻ നന്മ ചെയ്തു, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി. എന്നിട്ട് ഈ യേശു ക്രിസ്തു തന്നെ ദൈവം എന്ന് പ്രസംഗിക്കാനാണ് നമ്മളെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. 2 കാര്യങ്ങൾ പറഞ്ഞു. എന്ന് വിശ്വസിക്കുന്നവൻ അയച്ച ദൈവത്തിൽ വിശ്വസിക്കുന്നു. 2, യേശുവിനെ കാണുന്നവർ അയച്ച പിതാവിനെ കാണും. എന്നിട്ട് പറയാം, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിപ്പാതിരിപ്പാൻ ഞാൻ ലോകത്തിൽ വെളിച്ചമായി വന്നു. യേശു ക്രിസ്തു വന്ന 3ാമത്തെ കാര്യം ഇതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാരും ഇരുളിൽ വസിക്കില്ല. ഇരുളെന്ന് പറഞ്ഞാൽ പാപത്തിൽ, പിശാചിൻ്റെ അടിമത്തത്തിൽ അവർ കഴിയരുത്. ഇരുളിൽ വസിക്കാതിരിപ്പാനാണ് യേശു ലോകത്തിൽ വന്നത്. ലോകത്തിൽ വെറുതെ അല്ല വന്നത്, വെളിച്ചമായ വന്നത്. കാര്യം വെളിച്ചം വരുന്നിടത്ത് ഇരുള് നീങ്ങിപ്പോകും. ഇരുള് പോകണമെന്ന് പറയേണ്ട കാര്യമില്ല. നാം യേശു എന്ന് പറയുന്നിടത്ത് പിശാചിൻ്റെ പ്രവൃത്തി അഴിയാൻ വേറെ ഒന്നും പിന്നെ പറയണ്ട. യേശു എന്ന് പറയുമ്പോൾ ആ വെളിച്ചം വ്യാപരിക്കുമ്പോൾ ഇരുളു നീങ്ങിപ്പോകും, പാപബന്ധനങ്ങൾ മാറിപ്പോകും, പിശാചിൻ്റെ പ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ അഴിയും, ആത്മഹത്യാ പ്രവണതകൾ മാറിപ്പോകും, കടഭാരം ജപ്തി മാറിപ്പോകും യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ. കാര്യമെന്താ? ഇരുളിന് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. യേശു വന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർ ഇരുളിൽ വസിക്കാതിരിക്കാനാണ്. അത് മാത്രമല്ല, യേശു വന്നത് വെളിച്ചമായിട്ടാണ് വന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പിന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരും. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർ ലോകത്തിൻ്റെ വെളിച്ചമായി തീരും. എന്നിട്ട് യേശു പറഞ്ഞു, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനാണ് ഞാൻ വന്നത്. യേശു വന്ന് ഒരിക്കലും വിധിപ്പാനല്ല. നമ്മൾ വിധിക്കാൻ ശ്രമിക്കുന്നുണ്ടേ ഓർത്തോണം, യേശുവിൻ്റെ ആത്മാവല്ല നമ്മുടെ മേൽ. ലോകത്തെ രക്ഷിക്കാൻ, എങ്ങനെയെങ്കിലും ഒരാളെ രക്ഷിക്കാനാണ് യേശു വന്ന്. എന്നിട്ട് പറയാം, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവന് ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. എന്താ കാര്യം? യേശു പറയാണ്, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. ഇതൊരു കൽപ്പനയാണ്. അവൻ്റെ കൽപ്പന എന്താണ്? അത് നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ഈ വചനം വിശ്വസിക്കുന്നവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. അവിടെ പറയുക, ആകയാൽ ഞാൻ സംസാരിച്ചത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ പ്രാർത്ഥിക്കാം. പിതാവെ പ്രാർത്ഥിക്കുന്നു,
അവിടുത്തെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശം ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ കർത്താവിനെ അല്ല, അയച്ച പിതാവിനെ തന്നെ വിശ്വസിക്കുന്നു. കർത്താവിനെ കാണുന്നവർ കർത്താവിനെ അല്ല കാണുന്നു, യേശുവിനെ അല്ല കാണുന്നു, പക്ഷെ വാസ്തവമായി അയച്ച പിതാവിനെ കാണും. കർത്താവെ, അങ്ങനെ പിതാവിനെ കാണാൻ, യേശു ക്രിസ്തുവിലൂടെ കാണാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. അപ്പോൾ തന്നെ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അവരെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ ദൗത്യം പൂർത്തീകരണത്തിന് വേണ്ടി കർത്താവെ ഇവരിലൂടെ യേശു ക്രിസ്തുവിനെ, ഞങ്ങളിലൂടെ മറ്റനേകർക്ക് യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ, മനസ്സിലാക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവതിനെ ഞങ്ങളെ ഗൈഡ് ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ജീവനോടുയർത്തവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവന്റെ ആധാരമേ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയാ ഹോശാന, ഹല്ലേലൂയാ ഹോശാന, ഹല്ലേലൂയാ ഹോശാന, ഹല്ലേലൂയാ ഹോശാന.